BBC ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു ഗോസ്റ്റ് ടൗൺ എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഗോസ്റ്റ് ടൗൺ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ചെറുപ്പക്കാരാരുമില്ലാത്ത പ്രായമുള്ളവർ മാത്രമുള്ള നാട് എന്നാണ്. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള കുമ്പനാട് എന്ന പ്രദേശത്തെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി. എന്താണ് ഈ നാട്ടിൽ ശരിക്കും സംഭവിച്ചത്? BBC സംഘം പറയുന്നു, ആ നാട്ടിൽ ചെറുപ്പക്കാർ തീരെയില്ല. അവരെല്ലാം തന്നെ ജോലിക്കും പഠനത്തിനും മറ്റ് സ്ഥിര താമസത്തിനുമൊക്കെയായി പല വിദേശ രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്നാണ്. പ്രായമുള്ളവർ മാത്രമുള്ള ആ നാടിനെ കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി. കേരളത്തിൽ മറ്റ് നാടുകളിലേക്ക് കുടിയേറുക എന്നുള്ളത് വളരെ സാധാരണമായി സംഭവിക്കുന്ന ഒന്നായിരുന്നു. 60കളിലും 70കളിലുമുള്ള ഗൾഫ് കുടിയേറ്റവും അതിനുശേഷമുള്ള കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെയുള്ള കുടിയേറ്റവും എല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുടിയേറ്റം എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണെങ്കിലും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ BBC ഈ വാർത്ത കൂടുതൽ ശ്രദ്ധേയമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയകാല കുടിയേറ്റക്കാരിൽ പലരും താൽക്കാലികമായിട്ടാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ ഇപ്പോൾ പോകുന്നവർ പലരും തിരിച്ചു വരുന്നില്ല. അവർ കാനഡയിലും ഓസ്ട്രേലിയയിലും മറ്റും പറ്റുകയാണെങ്കിൽ അവിടുത്തെ പൗരത്വമെടുത്ത് സ്ഥിര താമസക്കാരായി മാറുന്നു. നാട്ടിൽ ചെറുപ്പക്കാർ കുറയുന്നു. ഇതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി. കേരളത്തിലെ പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലെ പലയിടങ്ങളിലും ഈ പ്രതിഭാസം നിലവിലുള്ളതായി പറയപ്പെടുന്നു. ഒരാൾ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇവിടെയാണ് നമ്മൾ അതിനെ സോഷ്യോളജി എന്നുള്ള ഒരു വിഷയം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഒരാൾ ഒരു സ്ഥലം വിട്ട് ഏകദേശം സ്ഥിരമായി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതിനെയാണ് നമ്മൾ കുടിയേറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന്, നമ്മൾ ഇപ്പോഴുള്ള സ്ഥലത്തിൻ്റെ പോരായ്മകൾ. മറ്റൊന്ന്, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൻ്റെ ഗുണങ്ങൾ. സോഷ്യോളജിയിൽ നമ്മൾ ഇതിനെ പുഷ് ഫാക്ടേഴ്സ് എന്നും പുൾ ഫാക്ടേഴ്സ് എന്നും പറയുന്നു. നമുക്ക് ആദ്യം പുഷ് ഫാക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഏത് സ്ഥലത്താണോ യഥാർത്ഥത്തിൽ ജനിച്ചു വളർന്നത്, അവിടെയുള്ള ചില പ്രശ്നങ്ങൾ, അത് തൊഴിലില്ലായ്മയാവാം, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കുറവാകാം, മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ പ്രശ്നമാകാം. ഇനി കുറെ കൂടെ ആലോചിച്ചാൽ കുറെ കൂടി പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ, അതായത് ഒരു യുദ്ധമോ പ്രകൃതി ദുരന്തമോ അതുപോലെയുള്ള കാരണങ്ങളും ആവാം. നമ്മൾ രോഹിംഗ്യയിൽ അഭയാർത്ഥികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് പോകുന്നതും അവർ ബോട്ട് മുങ്ങി മരിക്കുന്നതുമെല്ലാം പത്രങ്ങളിലൂടെയും മറ്റും വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ യുദ്ധം പോലെയുള്ള ഇതുപോലെയുള്ള കാരണങ്ങളെല്ലാം തന്നെ പുഷ് ഫാക്ടേഴ്സിൽ പെടുന്നു. കേരളം പോലെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ തൊഴിലില്ലായ്മ പോലെയുള്ള കാരണങ്ങൾ പുഷ് ഫാക്ടറായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. മലയാളിയുടെ ഗൾഫിലേക്കുള്ള കുടിയേറ്റത്തിന് പുറകിലും ഈ കാരണം തന്നെയായിരുന്നു. ഇനി നമുക്ക് പുൾ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ കുടിയേറിപ്പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെയുള്ള നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ പുൾ ഫാക്ടേഴ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങളിലും, കൂടാതെ നല്ല തൊഴിലവസരങ്ങൾ മുതലായവയും അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. നല്ല കാലാവസ്ഥ പോലെയുള്ള മറ്റ് ഘടകങ്ങളും ഇതിൽ പ്രധാനമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇപ്പോൾ വിദേശത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം പേരും അതിന് തയ്യാറാകാനുള്ള പ്രധാന കാരണം, ഒന്ന്, ഈ പറഞ്ഞ ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങൾ, നാട്ടിലേക്കാളും മെച്ചപ്പെട്ട ശമ്പളം, അങ്ങനെയുള്ള ഘടകങ്ങളാണ്. പിന്നെ നമ്മൾ തിരിച്ച് പുഷ് ഫാക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ജോലി കിട്ടാൻ പ്രയാസമാണ്. ഗവൺമെന്റിലും മറ്റും ജോലി കിട്ടാൻ അവസരങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വരാം. പിന്നെ മൊത്തത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനും മറ്റും കേരളത്തെക്കാൾ നല്ലത് മറ്റു സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ ഈ പുഷ് ഫാക്ടറിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. അപ്പോൾ
കുടിയേറ്റം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ആലോചിക്കുക. ഈ യുദ്ധം പോലെയുള്ള ഒരു കാരണം കൊണ്ട് ആണ് ഒരാൾ കുടിയേറുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ പുഷ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടുക എന്നുള്ള അവസ്ഥയായിരിക്കും. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടാണ് ഒരാൾ കുടിയേറുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അയാളെ ആ സ്ഥലത്ത് ഉള്ള അപര്യാപ്തതകളായ പുഷ് ഫാക്ടേഴ്സും അയാളെ മറ്റൊരു സ്ഥലത്തേക്ക് ആകർഷിക്കുന്ന പുൾ ഫാക്ടേഴ്സും രണ്ടിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കുടിയേറ്റം അഥവാ മൈഗ്രേഷൻ എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായതുകൊണ്ട് നിങ്ങൾ ഇനി അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ഈ രണ്ട് ഘടകങ്ങളെക്കുറിച്ചും ഒന്ന് ഓർത്താൽ നന്നായിരിക്കും.